പലരും പറയുന്നുണ്ട് എന്നെ കണ്ടിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആളാണ് തോന്നുള്ളതാണ്. അത് വേറെ ഒന്നുമല്ല. ഈസ്റ്റ് ഇട്ടിട്ട് വന്നു കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് വന്നപ്പോ ഈസ്റ്റ് തീർന്നു പോയി. അതാണ് പതഞ്ഞ് പൊങ്ങാത്തത്. നമ്പർ 1 ചന്ദ്രകാന്ത ദിൽവാലെ തുലികളിയ മനസ്സിലായില്ല. എന്തോ അത് നീ അതിങ്ങോട്ട് എങ്ങനെയാ പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് അറിഞ്ഞൂടാ. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നീ നാട്ടിലെങ്ങാനും പോ. എനിക്ക് നാട്ടിൽ ജീവിക്കണ്ട. എനിക്ക് ഉണ്ണിയേട്ടന്റെ കൂടെ ഇവിടെ ജീവിച്ചാൽ മതി. വേണ്ട വേണ്ട, ഇവിടെ ഒന്നാമത് ഇവിടെ ശരിയല്ല. നീ നിന്റെ കാര്യം നോക്കി. ഇല്ല, ഉണ്ണിയേട്ടന്റെ കൂടെ ഞാൻ ഇവിടെ ജീവിക്കും. അതിന് വേണ്ട ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നേക്കുന്നത്. വേണ്ടത് നീ നിന്റെ കാര്യം നോക്കി വീട്ടിൽ പോവച്ചേ. അവിടുന്ന് ഇത്രയും കഷ്ടപ്പെട്ട് എത്ര കൊല്ലം കാത്തിരുന്നിട്ടാണെന്നറിയാമോ ഈ അഡ്രസ്സ് കണ്ടുപിടിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ നിങ്ങൾക്ക് എന്നെ വേണ്ടെന്നല്ലയോ? ഇതിലും ഭേദം നിങ്ങളെ പ്രേമിക്കുന്നതിനെക്കാട്ടി നല്ലത് ഞാൻ കണ്ട് ഈ മിർസാക്കാനെ പ്രേമിച്ചാൽ മതിയായിരുന്നു. സത്യാണോ? നീ എന്തറിഞ്ഞിട്ടേ പറയുന്നത്? എടീ, ഞാനാണ് ഈ ഇന്ത്യക്ക് വേണ്ടി കിടന്ന് പോരാടുന്ന ആളാ. ഇതോ ഇവിടെ ഈ പോരാടുന്നവരെ പിടിച്ച് ജയിലിൽ കൊണ്ടിരുന്ന മനുഷ്യനും. നിനക്ക് ഇയാളെ പറ്റി വല്ലതും അറിയാമോ? എടി, ഒരു ജയിലും കുറച്ച് പ്രതികളെ കണ്ടപ്പോ നീ അങ്ങ് മലകം പറഞ്ഞല്ലേ? എടി, അങ്ങനല്ല ചെയ്യാവുള്ളത്. നീ എന്റെ കൂടെ നിൽക്കണമായിരുന്നു. എടി, ഈ മിർസാക്കാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യും? ഞാൻ നിനക്ക് വേണ്ടി ഞരമ്പൂരെ കട്ടി. അയാൾ ചെയ്യൂ. ഞരമ്പൊന്നും കട്ടിയുണ്ട്. അങ്ങനെ ബോധമുള്ള ആരെങ്കിലും ഞരമ്പ് മുറിക്കും? അതാണ് പറഞ്ഞത്. നീ ആവശ്യമില്ലാത്ത തീരുമാനം. എനിക്ക് പിന്നെ ആരുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ? ഇവിടെ ഷാരൂഖ് ഖാനെയൊക്കെ പിടിച്ചിട്ടുണ്ടോ? ആരെയൊക്കെ കൊണ്ടുവന്നു പറഞ്ഞു. ഇവിടെ ആരൊക്കെ ഉണ്ട്? ഷാരൂഖ് ഖാൻ അല്ല, മിർസാ ഖാൻ. ആരെങ്കിലും ചെയ്യുന്ന ഒരു പരിപാടിയാണോ ഇങ്ങനെ കൈ മുറിക്കുന്നത്? നിങ്ങൾ ഇവിടെ ചോര വാർന്ന് മരിച്ചു കഴിഞ്ഞാൽ ഈ ജയിലിൽ കിടക്കുന്ന പ്രതികൾക്കൊക്കെ ആരുണ്ട്? മരുന്നൊന്നും കിട്ടിയില്ല. മരുന്ന് കിട്ടിയില്ല. കുഴപ്പമില്ല. ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യൂ? എന്ത് പരിപാടി മിർസാക്കാൻ കാണിച്ചത്? എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ആവശ്യമില്ലാതെ. പിന്നെ പാർവതി, നീ വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല, ഞാൻ ഒന്നും കഴിച്ചില്ല. എന്ത് കഴിക്കാത്തെന്താ? എനിക്ക് വിശപ്പൊന്നുമില്ല. എന്താ? നോട്ട് കോൾ പാർവതി, എന്റെ ഏട്ടത്തിയമ്മയാണത്. ഏട്ടത്തിയമ്മി? ഇന്നു മുതൽ നിന്റെ ഏട്ടത്തിയമ്മയാണ്. അവളെ ഞാൻ മനസ്സുകൊണ്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞു. അനാവശ്യം പറയരുത്. നിങ്ങളുടെ കയ്യിൽ ഇച്ചിരി മുറിഞ്ഞപ്പോ ഒരു സഹായത്തിന് വേണ്ടിട്ടാ ഞാൻ ഇങ്ങനെ മരുന്ന് എടുത്തോണ്ട് വരാനൊക്കെ പറഞ്ഞത്. അതിനിടയ്ക്ക് നിങ്ങൾ പ്രേമമാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ടും പോരും. നമുക്ക് പോവാം. അല്ല, ഞാൻ വന്നാൽ ശരിയാവില്ല. നീ പോകാൻ നോക്ക്. എനിക്ക് അങ്ങനെ പറയാം. എനിക്ക് ഇവിടെ സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുക്കാം. ഞാൻ വരൂല. മനുഷ്യൻ എന്റെ കൂടെ നാട്ടിലേക്ക് വരാനാ പറഞ്ഞു. എനിക്ക് വരാൻ പറ്റൂല. എന്താ കാര്യം? എനിക്ക് താല്പര്യമില്ല വരാൻ. അത്രേ ഉള്ളൂ. നിങ്ങളല്ലേ പറഞ്ഞു ഇവിടെ നല്ല ജോലിയാണ്, ഒരു കുഴപ്പമില്ല എന്നൊക്കെ നാട്ടിലോട്ട്. നീ പേടിക്കാതിരിക്കാൻ വേണ്ടിയില്ല ഞാൻ അങ്ങനെ ലെറ്റർ അയച്ചു. ഇവിടെ ഞാൻ നല്ല ജോലിയാണ്, നല്ല സെറ്റപ്പിലാണ് ജീവിക്കണേന്ന്. അല്ല, ഞാനിവിടെ തടവ് പുള്ളിയാണെന്ന് പറഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെടൂ? എന്തിന് അമ്മാവ് നമ്മളെ കല്യാണം നടത്തി തരൂ? അതുകൊണ്ടല്ലേ? ദൈവമേ, ഇത്രയും ഒരു കള്ളൻ. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രേമിക്കുന്ന പെണ്ണിന്റെ അടുത്തെങ്കിലും നിങ്ങൾക്ക് സത്യം പറയായിരുന്നില്ലേ? ഈ കള്ളനെയൊക്കെ കല്യാണം കഴിക്കുന്നതിലും ഭേദം നിൽക്കുന്ന മിർസാക്കാനെ കെട്ടുന്നതായിരുന്നു നല്ലത്. ഇത് കൺഫേം ആണെന്ന് അറിഞ്ഞിട്ട് മതി മ്യൂസിക്കടാ. ഓക്കെ ആണോ? കൺഫേം ആണോ? ആണോ? അരേ ഗോവത്തൻ, കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഈ വേഗം ഇവിടുത്തെ ജയിലിലെ കാര്യങ്ങൾ നോക്ക്. ഞങ്ങൾക്ക് ജീവിതത്തിലേക്ക് കടക്കാനുണ്ട്. വാ പോവാം.